മഞ്ഞ് ശുഭമാകുമെന്നാണ് വിശ്വാസം. കൂ കൂ തന്നെ വിളിച്ച് ഉണർത്തി. ഞാൻ വെന്തു, നിങ്ങൾ വരൂ വരൂ എന്നെ വിളിച്ചു. ഞാൻ ഓടിച്ചെന്നു മുടിയെല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ച് കേട്ടോ. അങ്ങനെ കണ്ടു എൻ്റെ പരിവം ഉച്ചക്കെട്ടി പാർവതിയായിട്ട്. ഹലോ, കാത്തോസ് മാജിക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. പക്ഷെ ഭയങ്കര ചൂടാണ്. നമുക്ക് വെള്ളത്തിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം എല്ലാവരും നമുക്ക് പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എൻ്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു മഞ്ഞ കവറുമായിട്ടാണ് കേട്ടോ. മഞ്ഞ് ശുഭമാകുമെന്നാണ് വിശ്വാസം. അപ്പം ഞാൻ ഈ മഞ്ഞ കവറുമായിട്ട് രാവിലെ ഞാൻ കടമ്പനാട് ചന്തയ്ക്ക് പോവുക. ചന്തയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് പോവുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് പറക്കി പോവുക. അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തോടു കൂടി ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളും കൂടെ വണ്ടി ഓടിച്ച് അത് സാഹസികമായി, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഹോഴ്സ് റൈഡിങ് കിട്ടുന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ നമുക്ക്. പിന്നെ ഈ നമ്മുടെ റൈഡിലൂടെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ എനിക്ക് കടമ്പനാട് ചെന്ന് ഞാൻ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. മറ്റൊന്നുമില്ല, ഒരു ബീഫ് കടയല്ലാതെ അവിടെ ഒന്നുമില്ല. അവിടുന്ന് ബീഫും ഒക്കെ മേടിച്ച് ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വയറ്റിൽ കിടന്ന് ഭയങ്കര വിപ്രാളം, വിളിച്ചു പോവൽ, വിശക്കുന്നേ എന്ന് പറഞ്ഞ് വയറ് കിടന്ന് വിളിച്ചു പോകുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ പിള്ളേരും കിടന്ന് വിളിച്ചു പോകുന്നു കേട്ടോ, വിശക്കുന്നേന്ന്. അങ്ങനെ എന്താണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി. അതായത് നമുക്ക് പുട്ടുണ്ടാക്കാം, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് കുക്കറിൻ്റെ പുറത്തോട്ട് നമ്മൾ പിന്നെ പുട്ട് വെക്കും. അതിൻ്റെ കുക്കറിനകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് വേവിച്ച് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു കേട്ടോ. ഏതൊരു അമ്മയ്ക്കും പെട്ടെന്ന് ഓരോരോ ഐഡിയകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ എനിക്ക് ഉണർന്നു ആ ഐഡിയ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പുട്ടിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അതിനകത്ത് തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വേവിച്ചു എല്ലാം എടുത്തു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ മേടിച്ചായിരുന്നു ചന്തയിൽ. അപ്പോൾ അതെല്ലാം ഞാനൊരു കുപ്പിയിലാക്കി വെച്ച് അടുക്കളയ്ക്ക് ഭംഗി വരട്ടെ, അത് വല്ലതും വാടാതെ ഇരിക്കുമല്ലോ എന്നെ വിചാരിച്ച് അതൊക്കെ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് നമ്പർ വിളിച്ച് പുട്ട് കൊടുത്തു. ആദ്യം ഉണ്ണിമോൾ വന്നു. ഉണ്ണിമോൾക്ക് പുട്ടൊക്കെ കൊടുത്തു. അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതിന് ശേഷം ഞാൻ അടുത്ത ആളെ വിളിച്ചു. ഹരിനാരായണനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ വന്നില്ല. പക്ഷെങ്കിൽ എൻ്റെ സ്നോബലുണ്ടല്ലോ, അവൾ ഓടി വന്നു. ദൈവം അനുഗ്രഹിച്ച് ആരെ വിളിച്ചാലും അവളായിരിക്കും ആദ്യം എത്തുന്നത്. അപ്പോൾ അവന് പുട്ട് കൊടുത്തപ്പോൾ അവൻ്റെ പരാതി, അവന് പുട്ടിനകത്തെ തേങ്ങ കുറഞ്ഞു പോയെന്ന്. പിന്നെ ഞാൻ കുറച്ചും കൂടെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ അവനെയും പറഞ്ഞു വിട്ടു, തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. അവനെയും സന്തോഷിപ്പിച്ച് അവനെയും പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബാക്കിയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടെ ബാക്കിയെല്ലാം കഴിച്ചെല്ലാം മാറ്റിയെല്ലാം വെച്ചതിന് ശേഷം നമ്മളുടെ ബീഫ് നമ്മളെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ബീഫ് തന്നെയല്ല മേടിച്ചത് കേട്ടോ. ബീഫിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എല്ലും കൂടെ മേടിച്ചായിരുന്നു, എല്ല് കറി വെക്കാമെന്ന് വെച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ 1/2 കിലോ എല്ലൊക്കെ മേടിച്ച് ആ 1/2 കിലോ എല്ലൊക്കെ ഞങ്ങൾ എല്ലാം കഴുകി കുക്കറിനകത്താക്കി വൃത്തിയാക്കി വെച്ചു. പിന്നെ അങ്ങനെ എല്ലിനെ എടുത്ത് കുക്കറിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ കറികളൊക്കെ തയ്യാറാക്കി. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ബീഫും കൂടെ മേടിച്ചിരുന്നു കേട്ടോ. ആ ബീഫ് നമുക്ക് ഫ്രൈ ചെയ്യാൻ. ആ ബീഫ് ഫ്രൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ലിവർ കൂടെ വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ലിവറും മേടിച്ചു. അങ്ങനെയെല്ലാം നമ്മൾ തയ്യാറാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചു. ആ സമയത്തേക്ക് എല്ലിരുന്ന കുക്കർ തന്നെ നമ്മളുടെ വെറുതെ ഒരു ഭാര്യയ്ക്കകത്തെ ഗോപിക പറയുന്നതല്ലേ കൂ കൂ തന്നെ വിളിച്ച് ഉണർത്തി. ഞാൻ വെന്തു, നിങ്ങൾ വരൂ എന്നെ വിളിച്ചു. ഞാൻ ഓടിച്ചെന്നു കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം വെന്ത് കറക്റ്റായി കേട്ടോ. അങ്ങനെ നമ്മളുടെ എല്ലുകറിയെല്ലാം ഞാൻ അവിടെ സെറ്റാക്കി വെച്ചു. എന്തൊരു മണം! എല്ലൊക്കെ ഇങ്ങനെ വെന്ത് ബീഫിൻ്റെയൊക്കെ ഒരു മണം വരുമ്പോൾ എൻ്റെ പൊന്നോ അന്നേരം തന്നെ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അതൊക്കെ തയ്യാറാക്കി വെച്ചു. ആ എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ നാക്കിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എല്ലുകറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ എല്ലൊക്കെ അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ ആ നെയ്യൊക്കെ ഇങ്ങനെ ആ പാത്രത്തിൽ കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭംഗി തന്നെയല്ല, രുചിയുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ എല്ലുകറി അവിടെ തയ്യാറായി ഒക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് അതിന് ശേഷം നമ്മുടെ ബീഫ് ഫ്രൈ നമുക്ക് തയ്യാറാക്കണമായിട്ട് അതിനായിട്ട് ഞാൻ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്കാക്കി വെച്ചതിന് ശേഷം ഞാൻ നമ്മൾ അതിൻ്റെ ഉള്ളിയും അതുമെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെടുത്ത് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മൊത്തവും അരിഞ്ഞെടുക്കാം, ഇനി വെച്ചിരിക്കേണ്ട, അധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ
എടുത്ത് വെക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാനത് മൊത്തവും എടുത്ത് കുക്കറി കൊള്ളത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ബീഫല്ലേ, വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം അത് കുറഞ്ഞാണ് വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തക്കാളി പിഴവേ, കുറച്ച് പച്ചുള്ളി, അതായത് കൊച്ചുള്ളി, പച്ചുള്ളിയല്ല കൊച്ചുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില എല്ലാം, വെളിച്ചെണ്ണ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഈ ബീഫെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. ഇളക്കി 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 ബീഫിൻ്റെ ചാറ് പുറത്തെടുത്തു. അതുപോലെ ഇളക്കി. ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത് ബീഫിനകത്ത് ഉപ്പിട്ടില്ലെന്ന്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി ഇട്ടത്. ഇളക്കി 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 എന്നെ നാണം കിടത്തുന്ന വിധത്തിൽ ഞാൻ ബീഫിനെ ഇളക്കി വെച്ച് എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പയിൽ വെച്ചു. അതിൽ 3-4 വിസിലടിച്ചപ്പോഴത്തേക്ക് നമ്മളത് വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മളുടെ ബീഫ് ഫ്രൈയും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബീഫ് ഫ്രൈ റെഡിയാക്കി എടുത്ത് കേട്ടോ. നമ്മൾ ബീഫ് ഫ്രൈ റെഡിയാക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നന്നായിട്ട് കറുത്തിരിക്കണം കേട്ടോ. കറുത്തെങ്കിൽ ആ ബീഫ് ഫ്രൈക്ക് ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മളുടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പേ നിൽക്കണം. ഇതൊക്കെയാണ് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ മീനാണല്ലോ, എല്ലുകറിയുടെ മീനാണല്ലോ കപ്പ. അങ്ങനെ ഞങ്ങൾ കപ്പയും മേടിച്ച് അങ്ങനെ കപ്പയും എല്ലുകറിയും ബീഫ് ഫ്രൈയും നമ്മൾ തയ്യാറാക്കി വെച്ചു. അപ്പം നമുക്ക് അങ്ങനെ ഉച്ചക്കത്തേക്ക് നമ്മൾ കപ്പ, എല്ലുകറി, മോരുകറി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, വേണമെന്നവർക്ക് അത് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചീനിയൊക്കെ വിളമ്പി, ചീനി അറിയാമല്ലോ, കപ്പ, അതൊക്കെ വിളമ്പി നമ്മൾ വെച്ചിട്ട് ഓരോരുത്തരെയായിട്ട് വിളിച്ച്. പക്ഷേ ആരും വന്നില്ല. എല്ലാവരും ടി വിയുടെ മൂട്ടിലിരുന്ന് സിനിമ കാണുന്നത് കൊണ്ട് ആരും വന്നില്ല കേട്ടോ. അവസാനം എനിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ. അടുക്കളയിൽ നിന്നുള്ള ചൂടത്ത് നിന്ന് നമ്മൾ പുഴുങ്ങി നല്ല പരുവമായി നിൽക്കുന്നിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആരും വിളിച്ചിട്ടും വരുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഞാൻ ഒട്ടും വിട്ടു കൊടുത്തില്ല. ഞാൻ നല്ലതായിട്ട് ഇച്ചിരി കപ്പയും ബീഫും ഒക്കെ എടുത്ത് നമ്മുടെ എല്ലുകറിയൊക്കെ അങ്ങോട്ട് മുക്കി ഞാൻ അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. തിന്ന് കഴിഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ ഒരു മണിക്കൂറോളം കിടന്ന് ഉറങ്ങി കേട്ടോ. 1.5 മണിക്കൂറോളം ഉറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് ഹെന്ന അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ നല്ല കാറുകൂന്തലൊക്കെ ഒന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ച്, അല്ല അങ്ങ് പൊട്ടി കീറി പോകുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് ഹെന്ന തലയിലിടാമെന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് മുമ്പായി ഞാൻ ടീ ട്രീ ഓയിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മിക്സ് ചെയ്ത് എൻ്റെ ഓരോ കാർകൂന്തലുകളിലും എടുത്ത് ഞാൻ പിഴട്ടി കേട്ടോ. തലയോട്ടിയെല്ലാം നന്നായിട്ട് മസാജ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം തേച്ചതിന് ശേഷം ഞാൻ ഹെന്ന അപ്ലൈ ചെയ്തു. അപ്പം ഓരോ ലെയർ എടുത്തായിട്ട് നമ്മൾ പിന്നെ ഹെന്നയൊക്കെ നമ്മൾ ചെയ്ത് മുടിയെല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ച് കേട്ടോ. അങ്ങനെ കണ്ടു എൻ്റെ പരിവം ഉച്ചിക്കെട്ടി പാർവതിയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ തലയിൽ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തു. അന്നേരമാണ് അമ്മയുടെ അങ്ങോട്ടുള്ള വരവ്. അമ്മയും വിട്ടുകൊടുത്തില്ല. അത്രയ്ക്ക് അങ്ങനെ സൂചിച്ചിരിക്കേണ്ടല്ലോ. അമ്മയ്ക്കും തേച്ച് കൊടുത്തു കേട്ടോ. ഞാൻ ആ ഹെന്ന അങ്ങനെ അമ്മയുടെ തലയെല്ലാം തേച്ച് കൊടുത്ത് തലയെല്ലാം കറപ്പിച്ച് അമ്മയെ ഞാൻ ഉച്ചിക്കെട്ടി പാർവതിയാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടും ഉച്ചിക്കെട്ടി പാർവതി 12 അപ്പം ചുട്ടോടി എന്ന പാട്ടുമൊക്കെ പാടിക്കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. വൃത്തിയാക്കി കുളിച്ച് നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. നമ്മൾ കുളിച്ചിട്ട് നമുക്ക് ഇവിടെ ഭയങ്കര ആവിയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. പിന്നെ അപ്പം നമ്മുടെ തലമുടിയൊക്കെ മാറ്റം കേട്ടോ. പിന്നെ നല്ല കറുപ്പ് തോന്നിക്കുന്നില്ലയോ. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മുടിയൊക്കെ നല്ല ഇങ്ങനെ നല്ല ഗ്ലൂ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ കേട്ടോ. പിന്നെ എൻ്റെ മുടിക്ക് അല്ലെങ്കിൽ ഒരു ചെമ്പൻ നിറമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു രസം തോന്നിക്കത്തില്ല. പക്ഷെ ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അമ്മ തലയൊക്കെ കഴുകുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് തലയിൽ ഇനി നീലമിരിയുടെ പൗഡറോട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന്ന് ചെയ്യുന്നില്ല, ഞാൻ നാളെ ഇത് ചെയ്യുന്നുള്ളൂ. അമ്മയ്ക്ക് നല്ല നരയുള്ളത് കൊണ്ട്. അപ്പം നമുക്ക് നര അങ്ങനെ ഇതുവരെ ആയിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ നീലമിരി തേക്കുന്നില്ല. പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.